നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ പ്രദേശങ്ങളിലെ ഭൂപ്രകൃതി മനസ്സിലാക്കി വിളകൾ കൃഷി ചെയ്യുമ്പോൾ മാത്രമേ കാർഷിക മേഖല വികസിക്കൂവെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. ലോക നാളികേര ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് പാളയം ചിന്താവളപ്പ് ശിക്ഷക് സദനിൽ നടന്ന കുറ്റ്യാടി കേര സമൃദ്ധി മിഷന്റെയും സെമിനാറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കാർഷിക സമൃദ്ധിയുടെയും വിളസമൃദ്ധിയുടെയും ഒരു കാലഘട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനായാണ് സർക്കാർ പുതിയ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. കേരളം എന്ന സങ്കല്പം നിലനിൽക്കണമെങ്കിൽ നാളികേരവുമായി ബന്ധപ്പെട്ട വികാസ പ്രക്രിയയിൽ സംഭാവന നൽകണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ചടങ്ങിൽ കെ.പി. കുഞ്ഞമ്മദ് കുട്ടി എം.എൽ.എ. അധ്യക്ഷനായി. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. ചന്ദ്രി, പി.കെ. നാസർ, യാസ്മിൻ എൽ. റഷീദ്, ടീന ഭാസ്കർ, സി. തമ്പാൻ, രഞ്ജിത്ത് ബാബു, യാമിനി വർമ്മ, അബ്ദുൾ മജീദ്, പി.ടി. പ്രസാദ്, സി.പി. സുധീഷ്, മനോജ് പി. സാമുവൽ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് കളക്ടറേറ്റിലെ മുഴുവൻ ഓഫീസുകളും വിവരാവകാശ സൗഹൃദമാക്കുന്ന പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി.കെ. രാമകൃഷ്ണൻ വിവിധ ഓഫീസുകളിൽ പരിശോധന നടത്തി. കളക്ടറേറ്റിലെ റവന്യൂ, DMO, RTO, LSGD പട്ടികജാതി വികസന ഓഫീസുകളിലാണ് പരിശോധനകൾ നടത്തിയത്. ഓഫീസുകളിലെ വിവരാവകാശ ഓഫീസർമാരുടെ പേരുവിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ബോർഡുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരം ഓഫീസുകൾ സ്വമേധയാ വെളിപ്പെടുത്തേണ്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് നേരിട്ട് പരിശോധിച്ചത്. ഇക്കാര്യങ്ങളിൽ മികച്ച പുരോഗതി ഓഫീസുകൾ കൈവരിച്ചതായി തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ ആർ. ഗൗതം രാജ്, ADMP സുരേഷ്, LSGD ജോയിന്റ് ഡയറക്ടർ P.T. പ്രസാദ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണിറയെ പൂക്കാഴ്ചകളുമായി ജനപ്രിയമാവുകയാണ് ബേപ്പൂരിലെ പുഷ്പമേള. സെപ്റ്റംബർ 7 വരെ നടക്കുന്ന ഓണാഘോഷം മാവേലിക്കസിന്റെ ഭാഗമായാണ് വർണ്ണപ്പൊലിമയുമായി 20,000 ചതുരശ്ര അടി പവലിയനിൽ ബേപ്പൂർ മറീന ബീച്ചിൽ പുഷ്പോദ്യാനം ഒരുക്കിയത്. വിവിധ നിറത്തിലുള്ള ജമന്തി, ചെണ്ടുമല്ലി, ഡാലിയ, റോസ്, വാടാമല്ലി, കോസ്മോസ്, ഡെലീഷ്യ, സാൽവിയ, മാരിഗോൾഡ്, പെറ്റൂണിയ, ഡെൻഫീനിയ, പാൻസി, ഫ്ലോക്സ്, ഡയാന്തസ് തുടങ്ങിയ ഒട്ടേറെ പൂക്കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. സെൽഫി എടുക്കാനായി സെൽഫി കോർണറും ഒരുക്കിയിട്ടുണ്ട്. പൂക്കൾ കൊണ്ട് ഒരുക്കിയ വിവിധ രൂപങ്ങളും മറ്റും മേളയിലെ മുഖ്യ ആകർഷണമാണ്. ഉദ്യാനങ്ങളിലേക്ക് ആവശ്യമായ ചെടികളും വളവും മറ്റും വസ്തുക്കളും വാങ്ങാനുള്ള അവസരവും ഷോയുടെ ഭാഗമായുണ്ട്. രാവിലെ 11 മുതൽ രാത്രി 8 മണി വരെയാണ് പ്രവേശനം. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് പ്രവേശന ഫീസ്. ഫ്ലവർ ഷോ 7-ന് സമാപിക്കും. മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒക്ടോബർ 4-ന് നടത്തുന്ന പരാതി പരിഹാര അദാലത്തിലേക്കുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 20 വരെ നൽകാം. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ പരാതികളിൽ ഏതെങ്കിലും കാരണത്താൽ തീരുമാനം വൈകുന്നത് ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. അദാലത്തിൽ പരിഗണിക്കുന്നതിനുള്ള പരാതികൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി, സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ, സ്വന്തം നിലയ്ക്കും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നേരിട്ടും സമർപ്പിക്കാം. സ്വന്തം നിലയ്ക്ക് പരാതി സമർപ്പിക്കുന്നവർ ഈ ഡിസ്ട്രിക്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ മെനുവിലെ ആപ്ലിക്കന്റ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി എലത്തൂർ മണ്ഡലം അദാലത്ത് ലിങ്ക് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. നേരിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ചേളന്നൂർ, കക്കോടി, കാക്കൂർ, കുരുവട്ടൂർ, നന്മണ്ട, തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷന്റെ എലത്തൂരിലെ മേഖലാ ഓഫീസുകളിലും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി, ഭൂമി തരം മാറ്റൽ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ പരാതികൾ അദാലത്തിൽ പരിഗണിക്കില്ല. ഒരു അപേക്ഷയിൽ ഒന്നിൽ കൂടുതൽ പരാതികൾ ഉൾപ്പെടുത്തരുത്. യോഗത്തിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K.P. സുനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ CM ഷാജി, P.P. നൌഷിർ, K.T. പ്രമീള, A. സരിത, കൃഷ്ണവേണി മാണിക്കോത്ത്, കോർപ്പറേഷൻ കൗൺസിലർമാരായ VP. മനോജ്, SM. തുഷാര, ADMP സുരേഷ്, P.T. പ്രസാദ്, P.K. സുരേഷ്, GL. വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോടിന് സംഗീത വിരുന്നൊരുക്കി KS ചിത്രയും സംഘവും. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം മാവേലിക്കസിന്റെ ഭാഗമായി ലുലുമാളിലെ വേദിയിലാണ് മലയാളികൾക്ക് കേട്ടുമതിവരാത്ത സ്വരമാധുരിയുമായി KS ചിത്ര
സംഗീതാസ്വാദകർക്ക് പാട്ടിന്റെ തേൻമഴ സമ്മാനിച്ചത്. 1986 പുറത്തിറങ്ങിയ ഹരിഹരൻ ചിത്രം നഗക്ഷതങ്ങളിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാത്തിയിൽ തുടങ്ങി പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ പാടറിയെ തുടങ്ങി മലയാളം തമിഴ് സൂപ്പർ ഹിറ്റുകളും പൊൻവീണെ താരാപദം തുടങ്ങി ഡുയറ്റുകളും പാടിയ ചിത്രയെ നിറഞ്ഞ സംഗീത സദസ്സ് ഹർഷാരവത്തോടെ നെഞ്ചേറ്റി. സ്റ്റാർ സിംഗർ ഫേമുകളായ രൂപാദേവി, ശ്രീരാഗ് ഭരതൻ, ദിശ പ്രകാശ് എന്നിവരും കെ നിഷാദ്, അനാമിക എന്നീ ഗായകരുമാണ് ചിത്രയ്ക്കൊപ്പം പാടിയത്. ശ്രീരാഗമോ, ദുനിയാ കെ രഖ്വാലെ, മധു ബൻമേ, രാധിക, നാച്ചേരെ തുടങ്ങി ഗാനങ്ങളും കൊഞ്ചം നിലവ്, തുമ്പയും തുളസിയും, എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി, ഗോവിന്ദ ഗോവിന്ദ തുടങ്ങി ഫാസ്റ്റ് ഗാനങ്ങളും കോഴിക്കോടിനായി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഈണത്തിലുള്ള മാനത്തൊരു പൊൻതാരകം എന്ന പ്രണയനിലാവ് സിനിമയിലെ പാട്ടും പാടി ചിത്രയും സംഘവും വേദിയെ കയ്യിലെടുത്തു. ഇനി കോഴിക്കോട് ജില്ലയിലെ അറിയിപ്പുകൾ നോക്കാം. സംസ്ഥാന യുവജന കമ്മീഷൻ യുവപ്രതിഭാ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. പുരസ്കാരത്തിനായി നാമനിർദ്ദേശം നൽകുകയോ സ്വമേധയാ അപേക്ഷ സമർപ്പിക്കുകയോ ചെയ്യാം. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ച് വിദഗ്ധ ജൂറി തെരഞ്ഞെടുക്കുന്ന 3 പേർക്കാണ് പുരസ്കാരം നൽകുക. 18-40 പ്രായപരിധിയുള്ള ഭിന്നശേഷിക്കാർ ഫോട്ടോ ഉൾപ്പെടെ വിശദമായ ബയോഡാറ്റ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയോ തപാൽ മുഖേന കേരള സംസ്ഥാന യുവജന കമ്മീഷൻ, വികാസ് ഭവൻ, PMG, തിരുവനന്തപുരം 33 അല്ലെങ്കിൽ നേരിട്ടോ അപേക്ഷ നൽകണം. അവസാന തീയതി സെപ്റ്റംബർ 30. ഫോൺ 047123086030. KPR ബറ്റാലിയനിൽ സൂക്ഷിച്ചതും പോലീസ് വകുപ്പിന് ഉപയോഗശൂന്യമല്ലാത്തതുമായ 14 വർഷം പൂർത്തീകരിച്ച ഫോർഡ് ഫിയസ്റ്റ കാറിന്റെ ലേലം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് മുഖേന സെപ്റ്റംബർ 10 രാവിലെ 11 മുതൽ വൈകിട്ട് 4:30 വരെ ഓൺലൈനായി നടക്കും. വളയനാട് വില്ലേജിൽ റിസർവേ 40/6 ഉൾപ്പെട്ട 0.0248 ഹെക്ടർ സ്ഥലത്തിന്റെ 1/4 അവകാശം സെപ്റ്റംബർ 16 രാവിലെ 11 വില്ലേജ് ഓഫീസ് പരിസരത്ത് പരസ്യമായി ലേലം ചെയ്യും. ജില്ലയിൽ ദേശീയാരോഗ്യ ദൗത്യത്തിന് കീഴിൽ പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ്, MLSP, സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. സെപ്റ്റംബർ 9 വൈകിട്ട് 5 അപേക്ഷ നൽകണം. ഫോൺ 0495237490. കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിൽ MTech കോഴ്സുകളിലേക്ക് ഒഴിവുകളിലേക്ക് സെപ്റ്റംബർ 8 സ്പോട്ട് അഡ്മിഷൻ നടത്തും. സർട്ടിഫിക്കറ്റുകൾ സഹിതം രാവിലെ 11 കോളേജിൽ നേരിട്ടെത്തണം. വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വടകര താലൂക്ക് കുന്നുമ്മൽ വില്ലേജ് പരിധിയിലെ വട്ടോളി ശിവക്ഷേത്രത്തിൽ പാരമ്പര്യേതര ട്രസ്റ്റിമാരുടെ ഒഴിവിലേക്ക് ഹിന്ദുമത വിശ്വാസികളായ പരിസരവാസികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സെപ്റ്റംബർ 20 വൈകിട്ട് 5 തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ലഭിക്കണം. അപേക്ഷാ ഫോം സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 049523211818. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.